ഇതിലിപ്പം റൂം റെൻറ്റ് ലിമിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പം എൻ്റെ ഒരു അവസാന ബില്ലിനെ അതെങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക? ഈ റൂം റെൻ്റ് എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. പല ഹെൽത്ത് ഇൻഷുറൻസിലും അത് ഒരു ക്യാപ്പിംഗ് ഉണ്ടാവും. അതായത് ഇപ്പം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ റൂം റെൻ്റ് ലിമിറ്റ് ഒരു 5000 രൂപയാണ്. ആൾക്ക് എലിജിബിൾ ആയത് അതാണ്. പക്ഷെ ആൾ എടുത്തിരിക്കുന്ന റൂം 7500 രൂപയുടെ റൂമാണ് എടുത്തിരിക്കുന്നത്. 5 ദിവസം ആൾ അഡ്മിറ്റ് ആവുമ്പോൾ ആൾ ഉപയോഗിക്കേണ്ട റൂമിനേക്കാളും 50% അധികം എമൗണ്ട് ആണ് ആൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആളുടെ മൊത്തം ബില്ലിൽ ഉണ്ടാവും. അപ്പം മൊത്തം ബില്ല് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50% അതിൽ കുറവ് വന്നേക്കാം. അപ്പോൾ പോളിസി കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ടേംസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.